ഇന്ത്യന് രാഷ്ട്രീയത്തില്, പ്രത്യേകിച്ച് തമിഴ്നാട്ടില്, ഒരു നേതാവിന്റെ പ്രധാന ആയുധം ആരെയും പിടിച്ചിരുത്തുന്ന പ്രസംഗങ്ങളാണ്. കത്തൽ പ്രസംഗങ്ങളിലൂടെ ജനലക്ഷങ്ങളെ ആവേശം കൊള്ളിക്കുന്ന നേതാക്കൾക്കിടയില് മിതഭാഷി എന്ന വിശേഷണവുമായി രാഷ്ട്രീയ പരീക്ഷണത്തിനിറങ്ങി വിജയം കൊയ്ത ദളപതി വിജയ് ഒരു അത്ഭുതമായി മാറുകയാണ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പില് 108 സീറ്റുകൾ നേടി തമിഴക വെട്രിക്കഴകം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയിട്ടും വിജയ് പുലർത്തുന്ന നിശബ്ദത രാഷ്ട്രീയ നിരീക്ഷകരെപ്പോലും അമ്പരപ്പിക്കുന്നു. രാഷ്ട്രീയത്തിലെ പരമ്പരാഗത കീഴ്വഴക്കങ്ങളെ പാടെ തള്ളിക്കൊണ്ടുള്ള ഒരു വിജയ് സ്റ്റൈല് വിജയമാണിത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ആഴ്ചയില് തമിഴ്നാട് മുഴുവന് ഇളക്കിമറിച്ചുള്ള റോഡ് ഷോകളില് വിജയ് ആകെ സംസാരിച്ചത് വെറും 35 മിനിറ്റ് മാത്രമാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതേ കാലയളവില് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന് 5 മണിക്കൂറിലധികവും എടപ്പാടി പളനിസ്വാമി 13 മണിക്കൂറിലധികവും പ്രസംഗിച്ചു എന്നറിയുമ്പോഴാണ് വിജയുടെ രീതി എത്രത്തോളം വ്യത്യസ്തമാണെന്ന് മനസ്സിലാകുന്നത്. മിക്കവാറും പ്രസംഗങ്ങള് 5 മിനിറ്റില് ഒതുങ്ങി. ചുരുങ്ങിയതും കൃത്യവുമായ സന്ദേശങ്ങൾ മാത്രം നൽകി ബാക്കി കാര്യങ്ങള് പാർട്ടി സംവിധാനത്തിന് വിട്ടുകൊടുക്കുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. തിരഞ്ഞെടുപ്പ് റാലികളെ ഒരു സിനിമാ സെറ്റിലെന്ന പോലെയാണ് വിജയ് സമീപിച്ചത്. പ്രസംഗത്തിനിടെ വരികൾ തെറ്റുകയോ വാക്കുകൾ കിട്ടാതെ വരികയോ ചെയ്താല് ഒരു സിനിമാ ഷൂട്ടിംഗിലെന്ന പോലെ അദ്ദേഹം പ്രസംഗം നിർത്തുകയും ജനങ്ങളോട് മാപ്പ് ചോദിക്കുകയും വീണ്ടും തുടങ്ങുകയും ചെയ്യുമായിരുന്നു. രാഷ്ട്രീയ നേതാക്കളില് അപൂർവമായി മാത്രം കാണുന്ന ഈ സത്യസന്ധതയും ലാളിത്യവും ജനങ്ങൾക്കിടയില് അദ്ദേഹത്തോടുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു. ഒരു ടെലിവിഷൻ അഭിമുഖം പോലും നൽകാതെയും മാധ്യമപ്രവർത്തകരെ വളരെ കുറച്ചുമാത്രം കണ്ടും അദ്ദേഹം തന്റെ സ്വകാര്യതയും ഗൌരവവും കാത്തുസൂക്ഷിച്ചു. മിക്ക രാഷ്ട്രീയ പാർട്ടികളും വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു ടി.വി.കെയുടെ പ്രകടനപത്രികയിലും ഉണ്ടായിരുന്നത്. തൊഴിലവസരങ്ങൾ, സ്ത്രീ സുരക്ഷ, വിദ്യാഭ്യാസം, കുടുംബവാഴ്ച, അഴിമതി അവസാനിപ്പിക്കുക, മയക്കുമരുന്ന് മുക്തമായ സംസ്ഥാനം എന്നിവയായിരുന്നു അവ. ജനലക്ഷങ്ങളെ ആകർഷിക്കാനുള്ള അപാരമായ കഴിവുണ്ടായിട്ടും അദ്ദേഹം മിക്കവാറും നിശബ്ദനായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വിജയിയെപ്പോലെ തന്നെ ടി.വി.കെയുടെ തരംഗവും നിശബ്ദമായിരുന്നു. അതിനാല് തന്നെ ജനവികാരം അളക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകർക്കും പ്രയാസകരമായി മാറി. തന്റെ പാർട്ടി സ്ഥാനാർത്ഥികളെ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തുന്നതിനു പകരം നിങ്ങളുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഓർത്ത് അധികം തലപുകയ്ക്കേണ്ടതില്ല, എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, ഞാൻ ഓരോ മണ്ഡലത്തിലും മത്സരിക്കുന്നുണ്ട് എന്ന ലളിതമായ സന്ദേശമാണ് അദ്ദേഹം വോട്ടർമാർക്ക് നൽകിയത്. തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിലും വിജയിയെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത വോട്ടർമാര് പോലും ഈ വാക്കുകളില് വിശ്വസിച്ച് വോട്ട് രേഖപ്പെടുത്തി. ചിലയിടങ്ങളില് വിജയിക്കു പകരം ഹോളോഗ്രാമുകള് പ്രത്യക്ഷപ്പെട്ടതും യുവാക്കൾക്കിടയില് വലിയ തരംഗമായി. പലരും വിജയിയെ എം.ജി.ആറുമായി താരതമ്യം ചെയ്യുന്നുണ്ടെങ്കിലും ഇരുവരുടെയും രാഷ്ട്രീയ പാതകള് വ്യത്യസ്തമാണ്. എം.ജി.ആർ ദശാബ്ദങ്ങളോളം ഡി.എം.കെയിൽ പ്രവർത്തിച്ച് അനുഭവസമ്പത്തുമായാണ് എ.ഐ.എ.ഡി.എം.കെ രൂപീകരിച്ചത്. എന്നാല് വിജയിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ദശകങ്ങള് നീണ്ട സിനിമാ താരപ്പകിട്ടും ആരാധകരുടെ അടിയുറച്ച കൂറുമാണ് വിജയത്തിന് ആധാരമായത്. കുടുംബവാഴ്ച, അഴിമതി അവസാനിപ്പിക്കുക, സ്ത്രീ സുരക്ഷ, തൊഴിലവസരങ്ങള് തുടങ്ങിയ വാഗ്ദാനങ്ങള് ഈ ടി.വി.കെയുടെ പ്രകടനപത്രികയിലുണ്ടായിരുന്നെങ്കിലും വിജയ് എന്ന വ്യക്തിയിലുള്ള വിശ്വാസമാണ് വോട്ടുകളായി മാറിയത്. നിശബ്ദനായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെയും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയില് ഒരുപടി കൂടി മുന്നിലെത്താന് വിജയ്ക്ക് സാധിച്ചു. പ്രചാരണ സമയത്ത് പലയിടത്തും വിജയ്ക്ക് പകരം ഹോളോഗ്രാമുകള് പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ സിനിമകള് ഇതിനകം തന്നെ കുടുംബങ്ങൾക്കിടയില്, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയില് ആഴത്തിലുള്ള വൈകാരിക വിശ്വാസം കെട്ടിപ്പടുത്തിരുന്നു. ആ വിശ്വാസം അദ്ദേഹം അധികം സംസാരിക്കാതെ അതൊക്കെ തന്നെയും വോട്ടുകളായി മാറുകയായിരുന്നു. 7.5 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനം ഭരിക്കാന് ഭരണനിപുണതയും സഖ്യകക്ഷികളെ ഒപ്പം കൊണ്ടുപോകാനുള്ള കഴിവും ഉദ്യോഗസ്ഥവൃന്ദവുമായും മാധ്യമങ്ങളുമായും നിരന്തരമായ സമ്പർക്കവും ആവശ്യമാണ്. വിജയ് കൊണ്ടതിന് സാധിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നു. വിജയിയുടെ ഈ നിശബ്ദ വിജയം തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒരു പുതിയ അധ്യായമാണ്. തിരഞ്ഞെടുപ്പ് വിജയം നേടിയെങ്കിലും സഖ്യകക്ഷികളെ ഒപ്പം കൊണ്ടുപോകുന്നതിലും ഉദ്യോഗസ്ഥവൃന്ദത്തെ നയിക്കുന്നതിലും വിജയ് എത്രത്തോളം ഭരണനിപുണത കാണിക്കുമെന്നത് വരും ദിവസങ്ങളില് കണ്ടറിയണം. വിജയ്ക്ക് വേണ്ടി ടി.വി.കെയുടെ ആദ്യ ഔദ്യോഗിക പ്രസ്താവന നടത്തിയത് അദ്ദേഹത്തിന്റെ പിതാവ് എസ്.എ. ചന്ദ്രശേഖറായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഭരണത്തിന്റെ ഓരോ ഘട്ടത്തിലും വിജയ് തന്റെ നിശബ്ദത വെടിഞ്ഞ് സംവദിക്കുമോ അതോ ഈ ദളപതി സ്റ്റൈല് തന്നെ തുടരുമോ എന്നാണ് ഇപ്പോൾ തമിഴകം ഉറ്റുനോക്കുന്നത്.